നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നഗരത്തിലെ 40 റോഡുകൾ സ്മാർട്ട് റോഡുകളായി മാറുന്നു. നഗരത്തിലെമ്പാടും ഊർജിതമായ റോഡ് പണി നടക്കുകയാണ്. അതിനാൽ തന്നെ വാഹനയാത്രക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതിയും കോവിഡുമൊക്കെയാണ് പണി ഇത്രയും വൈകാൻ കാരണം. 2024 ജൂണോടെ പണികളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. സ്മാർട്ട് റോഡ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. റോഡിന്റെ ഇരുവശത്തുമായി ഓടകൾ നിർമ്മിക്കുക, കേബിളുകൾക്കായി ഡക്റ്റ് സ്ഥാപിക്കുക, ഇരുവശത്തുമുള്ള ഫുട്പാത്ത്, സൈക്കിൾ ട്രാക്ക്, തെരുവ് വിളക്കുകൾ, ഡിവൈഡർ വരുന്ന ഭാഗത്ത് ചെടികൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ ഗതാഗത നിയന്ത്രണത്തിനായുള്ള മാർക്കിങ്സ് നടത്തും. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് പണികൾ നടക്കുന്നത്. ഇപ്പോൾ പണി നടക്കുന്നത് 38 റോഡുകളിലാണ്. അതിനായി ഏകദേശം പദ്ധതി ചെലവായി വരുന്നത് 25 കോടി രൂപയാണ്. വൈകാതെ 2 റോഡുകളിൽ കൂടി പണി നടക്കും. അതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് ഈ റോഡ് കുത്തിപ്പൊളിക്കാൻ യാതൊരുവിധ അനുമതിയും ഉണ്ടാവില്ല. ഇനി പണി നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. CV രാമൻപിള്ള റോഡ്, തൈക്കാട് ഹൗസ് കീഴേത്തമ്പാനൂർ, കിള്ളിപ്പാലം അട്ടക്കുളങ്ങര, സ്പെൻസർ ഗ്യാസ് ഹൗസ് ജംഗ്ഷൻ, സ്റ്റാച്യു ജനറൽ ആശുപത്രി, ആൽത്തറ ചെന്തിട്ട റോഡ്, ഫോറസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, ബേക്കറി ജംഗ്ഷൻ, നോർക്ക ഗാന്ധി ഭവൻ, ഓവർ ബ്രിഡ്ജ് ഉപ്പടാമൂട് ജംഗ്ഷൻ, വഞ്ചൂർ ജനറൽ ആശുപത്രി റോഡ്, SMSM ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസ് റോഡ്, ഗണപതി കോവിൽ റോഡ്, കരുണാകരൻ സപ്തതി മന്ദിരം റോഡ്, SS കോവിൽ റോഡ്, മാഞ്ഞാലിക്കുളം റോഡ്, പുന്നൻ റോഡ്, ആനി മസ്കരീൻ ബേക്കറി ജംഗ്ഷൻ റോഡ്, പുളിമൂട് റെസിഡൻസി ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ റോഡ്, പുളിമൂട് റെസിഡൻസി മോഡൽ സ്കൂൾ റോഡ്, പുളിമൂട് റെസിഡൻസി മേട്ടുകട ജംഗ്ഷൻ റോഡ്, സ്റ്റാച്യു ചിറക്കുളം റോഡ്, ന്യൂ തിയേറ്റർ റോഡ്, കൃപ അജന്ത തിയേറ്റർ റോഡ്, സെൻട്രൽ തിയേറ്റർ റോഡ്, ആയുർവേദ കോളേജ് ഓൾഡ് GPO റോഡ്, ആയുർവേദ കോളേജ് ചെട്ടിക്കുളങ്ങര റോഡ്, പബ്ലിക് ലൈബ്രറി നന്ദാവനം റോഡ്, പാളയം നന്ദാവനം റോഡ്, പാളയം നന്ദാവനം പഞ്ചപുര ജംഗ്ഷൻ, പത്മവിലാസം റോഡ്, VJT ഹാൾ ഫ്ലൈ ഓവർ, പഴവങ്ങാടി റോഡ്, അരിസ്റ്റോ റോഡ്, ആര്യശാല റോഡ്, ചാല മാർക്കറ്റ് റോഡ്, കല്യാണ ആശുപത്രി റോഡ്, ചെന്തിട്ട NH ഡിവിഷൻ റോഡ്, BDO ഓഫീസ് NH ഡിവിഷൻ റോഡ്, തകരപ്പറമ്പ് റോഡ്. ഇതുകൂടാതെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ റോഡും കുളത്തൂർ റോഡും നവീകരിക്കുന്നതിനായി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. 6 മാസമാണ് നിർമ്മാണ കാലാവധിയായി പറഞ്ഞിരിക്കുന്നത്. നഗരത്തിലെ റോഡുകൾ നവീകരിക്കുന്നതോടെ പാർക്കിംഗ് പ്രശ്നവും ഗതാഗതക്കുരുക്കും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്